ഹലോ ഗൈസ്, ദിസ് ഇസ് കൗതുക്. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കനവ് വിത്ത് us. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഐഫോണിൻ്റെ ഷോർട്ട് കട്ടും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഓട്ടോമേഷനുമാണ് കാണിക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഷോർട്ട് കട്ട്സ് എന്ന് പറയുന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക. നമുക്ക് ഐഫോണിൽ ഇവിടെ ഷോർട്ട് കട്ട്സുകൾ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, ഇപ്പം നിങ്ങൾക്ക് 2 സിം കാർഡ് ഉണ്ടെങ്കിൽ ഇപ്പം മൊബൈൽ ഡേറ്റ ഏത് സിം യൂസ് ചെയ്യണമെന്നും അതുപോലെ തന്നെ ഫോൺ വിളിക്കുമ്പോൾ ഏത് സിം കാർഡാണ് യൂസ് ചെയ്യേണ്ടതെന്നും സെറ്റിങ്സിൽ പോകാതെ തന്നെ നമുക്ക് ഷോർട്ട് കട്ട്സ് വെച്ച് പെട്ടെന്ന് സെറ്റ് ചെയ്യാം. സോ അതാണ് പരിചയപ്പെടുത്തുന്നത്. സോ നമുക്ക് ആദ്യം മൊബൈൽ ഡേറ്റയുടെ ഷോർട്ട് കട്ട് ആഡ് ചെയ്യാം. സോ മൊബൈൽ ഡേറ്റ ഷോർട്ട് കട്ടിൽ പോവുക, ആഡ് ആക്ഷൻ കൊടുക്കുക. ഇവിടെ മൊബൈൽ പ്ലാൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ടോഗിൾ മൊബൈൽ പ്ലാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ മൊബൈൽ പ്ലാൻ ഉള്ളത് സെലക്ട് ചെയ്യുമ്പോൾ വേരിയബിൾസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആസ്ക് ഈച്ച് ടൈം കൊടുക്കുക, ഡൺ കൊടുക്കുക. സോ ടോഗിൾ മൊബൈൽ പ്ലാൻ എന്ന് പറയുന്ന ഒരെണ്ണം വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് വേണ്ടുന്ന 2 കാണിക്കും. അതിൽ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ ഡേറ്റ, മൊബൈൽ ഡേറ്റ അത് ആ സിമ്മിലേക്ക് സെറ്റ് ചെയ്യും. പിന്നെ നമ്മൾ മൊബൈൽ ഡേറ്റ യൂസ് ചെയ്യുമ്പം ആ സിമ്മിൽ നിന്നായിരിക്കും മൊബൈൽ ഡേറ്റ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിഫോൾട്ട് ലൈൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ആഡ് ആക്ഷനിൽ പോവുക. ഇവിടെ സെറ്റ് ഡിഫോൾട്ട് ലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും, അത് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ മൊബൈൽ പ്ലാൻ സെലക്ട് ചെയ്യുക, വേരിയബിൾസ് കൊടുക്കുക, ആസ്ക് ഈച്ച് ടൈം കൊടുക്കുക, ഡൺ കൊടുക്കുക. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം ആരെങ്കിലും ഫോൺ ചെയ്യുമ്പം ഏത് സിമ്മിൽ നിന്നാണ് കോൾ ചെയ്യേണ്ടത് എന്നാണ് ഇതിൽ സെറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ റൺ ചെയ്യുന്ന സമയത്ത് ഇത് ചോദിക്കും ഏത് സിം. ഇപ്പം ഞാൻ ഇത് സെക്കൻഡ് വൺ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കോൾ ചെയ്യുമ്പം ഡയലറിൽ നിന്ന് അതിൽ നിന്നായിരിക്കും കോൾ പോകുന്നത്. നമുക്കിനി ഒരു ഓട്ടോമേഷൻ നോക്കാം. ആ ഓട്ടോമേഷൻ വേറൊന്നുമല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ എപ്പോഴും സ്ക്രീൻ റൊട്ടേഷൻ ഓൺ ആക്കിയാണ് വെച്ചിരിക്കുന്നത്. സോ അപ്പം ചില ആപ്പുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ അത് നമുക്ക് ലാൻഡ്സ്കേപ്പ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് യൂസ് ചെയ്യണം. അപ്പോൾ എപ്പോഴും നമ്മൾ പോയി അത് ഓഫ് ചെയ്യേണ്ടി വരും. സോ അതിന് പകരം നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആപ്സിൽ നമുക്ക് അതിൻ്റെ ഒരു ഓട്ടോമേഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ യൂട്യൂബിന് അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എനിക്കത് സ്ക്രീൻ റൊട്ടേഷൻ ഓഫും ക്ലോസ് ചെയ്യുന്ന സമയത്ത് അത് ഓണും ആക്കും. സോ ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ പോവുക, എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. ആപ്പ് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് റൺ ഇമ്മീഡിയറ്റ്ലി, നോട്ടിഫൈ വെൻ റൺ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീനിൽ ഒരു ബാനർ കാണിക്കും, ഈ ഷോർട്ട് കട്ട് റൺ ആവുന്നുണ്ടെന്ന്. അതിൻ്റെ ആവശ്യമില്ല. സോ നമ്മൾ ആപ്പ് ചൂസ് ചെയ്യുക. കാൽക്കുലേറ്റർ ആണ് ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുന്ന ആപ്പ്. ഈസ് ഓപ്പൺഡ്. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ സെറ്റ് ഓറിയൻറ്റേഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഈ ടോഗിളിൽ ക്ലിക്ക് ചെയ്തിട്ട് ടേൺ കൊടുക്കുക. എന്നിട്ട് അപ്പം നമുക്ക് ഓഫാണ് ചെയ്യേണ്ടത്, കാരണം ഓൾറെഡി ഓൺ ആയിരിക്കും. റൊട്ടേഷൻ ചെയ്യാൻ വേണ്ടി അത് ഓഫ് ചെയ്യണം. സോ ഡൺ കൊടുത്തു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ ഈസ് ഓപ്പൺഡ്, അത് ഓഫ് ആവും. ഇനി അതുപോലെ തന്നെ ഈ കാൽക്കുലേറ്റർ തിരിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇത് തിരിച്ച് ലോക്ക് ചെയ്യണം. അപ്പം നമുക്ക് വീണ്ടും ഇതെടുക്കുക, ചൂസ് ആപ്പ്, കാൽക്കുലേറ്റർ, ഡൺ കൊടുക്കുക. അത് കഴിഞ്ഞ് റൺ ഇമ്മീഡിയറ്റ്ലി, നോട്ടിഫിക്കേഷൻ വേണ്ട, ഈസ് ക്ലോസ്ഡ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ സെറ്റ് ഓറിയൻറ്റേഷൻ ലോക്ക്, ഇവിടെ ടേൺ കൊടുക്കുക, ഓഫ് ആക്കുക, ഓൺ ആക്കുക, എന്നിട്ട് ഡൺ കൊടുക്കുക. അതായത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇത് വീണ്ടും ഓറിയൻറ്റേഷൻ ലോക്ക്, അതായത് സ്ക്രീൻ റൊട്ടേഷൻ്റെ ലോക്ക് ഓൺ ആവും. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീൻ റൊട്ടേഷൻ ലോക്ക് ഉണ്ട്. കാൽക്കുലേറ്റർ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ഓപ്പൺ ചെയ്തു, എനിക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ ഇവിടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിട്ടുണ്ട്. സോ അതുപോലെ തന്നെ കാൽക്കുലേറ്ററിൽ ഞാൻ പുറത്തു പോകുന്നു, തിരിച്ചിവിടെ നോക്കുമ്പോൾ അത് ലോക്ക് ആവുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്